ഏതാനും പണ്ഡിതർ ചേർന്ന് ഒരു വിഷയത്തിൽ മതവിധി പുറപ്പെടുവിച്ചാൽ ആ വിധി അന്തിമ വിധിയാകുമോ? ഇല്ല എന്നതാണ് ശരിയായ ഉത്തരം. കാരണം ആ വിധിയിലെ ന്യൂനത കണ്ടെത്താൻ ആ സംഘത്തിൽ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സാധിച്ചെന്ന് വരാം. കേരളത്തിൽ നടന്ന പ്രമാദമായ ഒരു വിവാഹമോചന വിഷയത്തിൽ രണ്ട് പ്രമുഖ പണ്ഡിത സംഘടനകൾ പരസ്പര വിരുദ്ധമായ ഫത്വ നൽകിയതിന് കേരളം സാക്ഷിയായതാണല്ലോ. ആയതിനാൽ ഒരു വിഷയത്തിൽ മതവിധി പുറപ്പെടുവിക്കുമ്പോൾ അതിലെ ന്യൂനത ബോധ്യപ്പെടുന്ന വ്യക്തിക്ക് അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം അവിടെ തുറന്നിടണം. ആ അവസരം ഉപയോഗപ്പെടുത്തി പുറപ്പെടുവിക്കപ്പെട്ട വിധിയിലുള്ള ന്യൂനത ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് പരിശോധിക്കാനും ആവശ്യമെങ്കിൽ അത് തിരുത്താനുമുള്ള സന്നദ്ധതയും വേണം. മഹറിന് പരിധി നിശ്ചയിക്കാനുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തീരുമാനത്തിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത് ഒരു സ്ത്രീയുടെ ഇടപെടലായിരുന്നു എന്നത് സുവിദിതമാണ്. മുൻകാല പണ്ഡിതന്മാർ സുപ്രധാന വിഷയത്തിൽ മതവിധി പറയുമ്പോൾ അല്ലാഹു അഅലം എന്ന് പറഞ്ഞിരുന്നത് ഈ വിഷയത്തിൽ അവർ പ്രകടിപ്പിച്ച സുതാര്യതയെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് ചില പണ്ഡിതർ അവർ പറയുന്നതിനപ്പുറം സത്യമില്ല എന്ന നിലക്കാണ് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ പ്രവണത മാറേണ്ടതും മാറ്റേണ്ടതുമാണ്. അല്ലാത്തപക്ഷം സത്യത്തിൻ്റെ തിരോധാനത്തിന് ഇത് കാരണമായേക്കും.